ഹലോ എവരി വൺ, നമസ്കാരം. എന്തായി എല്ലാവരുടെയും എക്സാം പ്രിപ്പറേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ടോ? അപ്പോൾ മാക്സിമം എഫേർട്ട് തന്നെ ഇടുക കേട്ടോ. മാക്സിമം എഫേർട്ട് ഇടുക, മാക്സിമം സമയം കണ്ടെത്തുക. സമയമില്ലാത്തവരൊക്കെ സമയമില്ല, എനിക്ക് സാഹചര്യമില്ല, സന്ദർഭമില്ല എന്ന് സന്ദർഭത്തെയോ സാഹചര്യത്തെയോ വഴി പറയാതെ നമ്മൾ സാഹചര്യം ഉണ്ടാക്കുക, സാഹചര്യം കണ്ടെത്തുക. നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ ലൈഫ് സെക്യൂർ ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ഫ്യൂച്ചർ ബ്രൈറ്റ് ആക്കുക എന്നുള്ളത്, നമുക്കൊരു ജോലി സമ്പാദിക്കുക എന്നുള്ളത് ആത്യന്തികമായിട്ട് നമ്മുടെ ആവശ്യമാണ്. അതിനുശേഷമാണ് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നവരൊക്കെ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ നമ്മൾ സമയം കണ്ടെത്തണം. അപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും. പക്ഷെ സമയം ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും വീണ് കിട്ടുന്ന ഒരു അരമണിക്കൂറാണെങ്കിൽ ആ അരമണിക്കൂർ എന്ത് ചെയ്യാൻ പറ്റുമോ, എന്ത് പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ചാൽ മതി. പക്ഷെ ആ സമയത്ത് പഠിക്കുന്നത് അത്രയും നിങ്ങൾ നല്ലപോലെ മനസ്സിരുത്തി തന്നെ പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ടൊക്കെ നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു സമയം വരും. കാരണം നമ്മൾ എത്രത്തോളം സ്ട്രെയിൻ ചെയ്ത് പഠിക്കുന്നു, നമ്മൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യുന്നു, നമുക്ക് സമയമില്ലാതിരുന്നിട്ടും സാഹചര്യം പ്രതികൂലമായിരുന്നിട്ടും നമ്മൾ എത്ര ആത്മാർത്ഥമായിട്ടാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് മുകളിൽ ഒരാൾ നിരീക്ഷിക്കുന്നുണ്ട് അല്ലേ, കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് അൾട്ടിമേറ്റ് പവർ, നമുക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താണോ അത് 100% നമുക്ക് തിരിച്ചു തരും. അതിൽ ഒരു മാറ്റമില്ല. നിങ്ങൾ എന്തിട്ട് കൊടുക്കുന്നോ അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ എഫേർട്ട് ഇട്ട് കൊടുക്കുക, എഫേർട്ട് എടുക്കുക. കൊച്ചു മക്കളുള്ളവരുണ്ടാവും, ജോലിക്ക് പോകുന്നവരുണ്ടാവും, എല്ലാവരും ഈ പറയുന്ന എല്ലാവരും എങ്ങനെയെങ്കിലും ഈ പരീക്ഷ വരെ ഒരു സമയം നിങ്ങൾക്കായിട്ട് കണ്ടെത്തി പഠിക്കുക കേട്ടോ. അപ്പൊ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് ഒന്നും അല്ല, ഞാനൊരു മോട്ടിവേഷണൽ സ്പീച്ച് നടത്തുന്ന ആളുമല്ല, സ്പീക്കറും അല്ല. പക്ഷേ ഞാൻ എൻ്റെ അനുഭവം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നത്. എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിജയിക്കുന്നിടത്തോളം വിജയിച്ച് കഴിയുമ്പോൾ മാത്രമേ അത് എനിക്ക് എല്ലാവരോടും പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളെ പോലെ തന്നെ കുഞ്ഞുള്ള അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ വീട്ടിലെ സഹായത്തിന് ആളില്ല, ഇങ്ങനെ ഒത്തിരി കാരണങ്ങൾ നമുക്കും പറയാനുണ്ട്. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുകയാണ്. പല രീതിയിൽ പലതരത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ ഞാനും സക്സസ്സിലോട്ട് എത്തിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുവരേക്കും ഇതിങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളെ കളിയാക്കും അല്ലേ. നമ്മളെ ഒരിക്കലും ഒരിടത്തും എത്താതെ നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരുന്നാൽ നമ്മളോട് ചോദിക്കില്ല എല്ലാവരും, എന്താ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് ഇതൊക്കെ പറയാൻ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ എത്തി എന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് ഞാൻ ഒരിക്കലും നിങ്ങളെ അഡ്വൈസ് ചെയ്യുന്നതല്ല, ഞാൻ ജസ്റ്റ് പറയുന്നതാണ്. നമ്മളൊരു സുഹൃത്തിനോട് പറയില്ലേ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിലുള്ളവരോട് പറയില്ലേ, അതുപോലെ കണ്ടാൽ മതി. ഇതിനെ ഒരിക്കലും ഒരു അഡ്വൈസ് ആയിട്ടോ ഒന്നും നിങ്ങൾ കാണരുത്. സമയമില്ല എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒരിടത്തും എത്താൻ പറ്റില്ല. നമ്മൾ നമ്മളുടേതായ സമയം കണ്ടെത്തി നമ്മൾ ഓരോ സ്റ്റെപ്പും മുന്നോട്ട് പോകും തോറും നമുക്ക് കൂടുതൽ സമയം നമുക്ക് കിട്ടും, നമ്മുടേതായിട്ട് കിട്ടും. അപ്പോൾ പഠിക്കുക, ശ്രമിക്കുക. ഞാൻ ഉൾപ്പെടെ ഞാൻ എന്നോട് തന്നെ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും പറഞ്ഞത്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടിങ് ആൻഡ് കൺട്രോൾ ഓഫ് ലേബർ കോസ്റ്റ് ആണ് പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതിന്റെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറഞ്ഞു. അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് വേജ് പേയ്മെന്റ് ഓർ ലേബർ റെമ്യൂണറേഷൻ ആണ്. അതായത് ലേബേഴ്സിന് എന്ത് കൊടുക്കും? വേജസ് കൊടുക്കും. വേജസ് എന്ന് പറയുന്നത് എന്താണ്? ലേബറിന് കൊടുക്കുന്ന റെമ്യൂണറേഷൻ അല്ലേ. അയാളുടെ വർക്ക്, അയാളുടെ എഫേർട്ട് നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടി തരുമ്പോൾ, കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് പകരമായി എന്താണോ കൊടുക്കുന്നത് അതാണ് വേജസ് എന്ന് പറയുന്നത്. അപ്പോൾ വേജസിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ, ക്യാഷ് ആയിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വരും അല്ലേ. സാലറി വരും, മറ്റ് അലവൻസുകൾ വരും, മറ്റു തരത്തിലുള്ള എംപ്ലോയറിന്റെ ഭാഗത്തു നിന്നുള്ള ചില കോൺട്രിബ്യൂഷൻസ് ഒക്കെ വേജിന്റെ പാർട്ടായിട്ട് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു.
അപ്പോൾ ഇന്ന് നമ്മൾ ലേബർ റെമ്യൂണറേഷൻ സിസ്റ്റംസ് ആണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ലേബർ വേജ് പേയ്മെന്റ് നടത്തുന്നത്, വേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഏതൊക്കെ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് മെയിൻലി 2 രീതിയിലുള്ള മെത്തേഡ്സ് ആണ് ലേബർ റെമ്യൂണറേഷന് വേണ്ടിയിട്ടുള്ളത്. 2 മെത്തേഡ്സ് ആണ്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റെമ്യൂണറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് ടൈം റേറ്റ് സിസ്റ്റം. അതായത് സമയത്തിന്റെ അടിസ്ഥാനത്തിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ക്യാഷ് കൊടുക്കുന്നു, അയാൾക്ക് റെമ്യൂണറേഷൻ വേജ് കൊടുക്കുന്നു. അടുത്തത് എന്താണ്? റെമ്യൂണറേഷൻ ഓൺ ദ ബേസിസ് ഓഫ് റിസൾട്ട്സ്. എന്തുമാത്രം ജോലി ചെയ്തു, എത്ര ഉൽപ്പാദിപ്പിച്ചു, എത്ര പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ബേസിൽ നമ്മൾ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് പീസ് റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ 2 മെയിൻ സിസ്റ്റംസ് ഏതാണ്? ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റവും. അപ്പോൾ അതിൽ ടൈം റേറ്റ് സിസ്റ്റത്തിൽ തന്നെ പല രീതിയിലുള്ളതുണ്ട്. അതിൻ്റെ ഓർഡിനറി ലെവൽസ്, ഹൈ ലെവൽസ്, ഗ്യാരണ്ടി ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ ടൈം റേറ്റ്, ഇങ്ങനെ പല രീതിയിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാം. അതിൽ ഗ്യാരണ്ടി ടൈം റേറ്റ് ഇപ്പൊ നമ്മൾ അത്ര ഫോളോ ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇത് പഠിക്കുന്നില്ല. ഓർഡിനറി ലെവൽസ്, ഹൈ വേജ് ലെവൽസ്, ഡിഫറൻഷ്യൽ ടൈം റേറ്റ്, ഇത് ഇത്രയും പഠിക്കാം. ഇനി പീസ് റേറ്റിലോട്ട് വന്നു കഴിയുമ്പോൾ സ്ട്രൈറ്റ് പീസ് റേറ്റ് സിസ്റ്റം ഉണ്ട്, പീസ് റേറ്റ് വിത്ത് ഗ്യാരണ്ടി ടൈം റേറ്റ്, ഡിഫറൻഷ്യൽ പീസ് റേറ്റ്, ഇങ്ങനെ 3 കാറ്റഗറി ഉണ്ട്. 3 രീതിയിൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാം പീസ് റേറ്റ് സിസ്റ്റത്തിൽ. അതിൽ ഈ ഡിഫറൻഷ്യൽ പീസ് റേറ്റ് തന്നെ 3 പേരുടെ ഒരു സിസ്റ്റം, 3 വ്യക്തികൾ ഡെവലപ്പ് ചെയ്ത ഒരു സിസ്റ്റം. അതായത് ടൈലേഴ്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, മെറിക്സ് ഡിഫറൻഷ്യൽ പീസ് റേറ്റ് സിസ്റ്റം, ഗാൻടാസ്ക് ആൻഡ് ബോണസ് പ്ലാൻ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. എല്ലാം ഒറ്റ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പറ്റില്ല, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത്തിരി കെയർ കൊടുത്ത് ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ടതാണ്. ചിലപ്പോൾ പ്രോബ്ലംസ് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്കൊന്ന് സാവധാനത്തിൽ പഠിച്ചു പോവാം. വേറൊരു തേർഡ് ഒരു സിസ്റ്റം കൂടെ ഉണ്ട് കേട്ടോ. 3rd, 4th, 5th, 6th, 7th, ഇങ്ങനെ 7 ടൈപ്പിൽ നമുക്ക് വേജ്, ഞാൻ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ പ്രീമിയം ബോണസ് സിസ്റ്റം ഉണ്ട്, ഹാൽസി പ്രീമിയം പ്ലാൻ, റോവൻ പ്ലാൻ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് ജസ്റ്റ് നോക്കി പോവാം, ബാക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാം. അപ്പൊ ആദ്യത്തെ ടൈം റേറ്റ് സിസ്റ്റം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും സിംപ്ലസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വേജ് പേയ്മെന്റ് മെത്തേഡാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതെങ്ങനെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്ര സമയമാണോ ഒരു ജോലിയിൽ സ്പെൻഡ് ചെയ്തത്, എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്, എത്ര ഉൽപ്പാദിപ്പിച്ചു എന്നുള്ളത് ഇവിടെ ഒരു വിഷയമേ അല്ല. എത്ര സമയമാണോ ഒരു ജോലിയിൽ സ്പെൻഡ് ചെയ്തത്, ചെലവാക്കിയത്, ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ അതൊരു മണിക്കൂറാവാം, മണിക്കൂറിന്റെ ബേസ് ആവാം, ദിവസത്തിന്റെ ബേസ് ആവാം, ആഴ്ചയാവാം, മാസമാവാം. ഈ ടൈം എന്ന് പറയുന്നത്, അപ്പൊ ടൈമിന്റെ ഓൺ ദ ബേസിസ് ഓഫ് ടൈം സ്പെൻഡ് ഓൺ എ ജോബ്, ഒരു ജോലിയിൽ എത്ര സമയം സ്പെൻഡ് ചെയ്തു, ചെലവാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് റെമ്യൂണറേഷൻ വേജ് കൊടുക്കുന്നതിനെ വേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ടൈം റേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സിംപ്ലസ്റ്റ് മെത്തേഡാണ്, ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ സിമ്പിൾ ആണല്ലോ. വേജ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ടൈം വർക്ക്ഡ് ഇൻറ്റു റേറ്റ് ഓഫ് വേജ്. സപ്പോസ് ഒരു വർക്കർ 8 hours, സപ്പോസ് എ വർക്കർ വർക്ക്സ് ഫോർ 8 hours at an hourly rate of ₹100. ഒരു മണിക്കൂറിന് 100 രൂപ എന്ന നിരക്കിൽ 8 മണിക്കൂർ ഒരാൾ വർക്ക് ചെയ്തു. അപ്പൊ അയാൾക്ക് കിട്ടുന്ന വേജ് എത്രയായിരിക്കും? 8 into 100 അല്ലെ, 800 രൂപയായിരിക്കും അയാളുടെ വേജ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ഒരിക്കലും അയാൾ എത്ര ഔട്ട്പുട്ട്, എന്ത് പ്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളത് അവിടെ കണക്കിലെടുക്കുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു വർക്കറിന്റെ എത്ര സമയമാണ് അയാൾ സ്പെൻഡ് ചെയ്തതെന്നുള്ളത് അയാളുടെ ടൈം കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ടൈം റേറ്റ് സിസ്റ്റം എന്താന്ന് മനസ്സിലായോ? അപ്പൊ ടൈം റേറ്റ് സിസ്റ്റം എപ്പോഴൊക്കെയാ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നത്, ഏത് സന്ദർഭങ്ങളിലൊക്കെയാണ് ടൈം റേറ്റ് സിസ്റ്റം സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്? ഫസ്റ്റ്, ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ ഡിഫിക്കൽട്ടുള്ള
അതായത് ചില ജോലികൾ ഇത്ര സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റും എന്നൊരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ജോബിനൊക്കെ നമ്മൾ ടൈം റേറ്റ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സബ്ജക്റ്റ് എടുക്കുകയാണ്, ഞാൻ പറയാൻ പറ്റുമോ ഇത്ര സമയത്തിനുള്ളിൽ നമ്മളിത് പൂർത്തിയാക്കും എന്നങ്ങനെ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആ ഒരു സ്റ്റാൻഡേർഡ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ആ സമയത്ത് നമ്മുടെ സാഹചര്യം പോലെ, നമ്മളോട് ഡൗട്ട്സ് ചോദിക്കുന്നത് പോലെ, ഇന്ററാക്ട് ചെയ്യുന്നത് പോലെ ഒക്കെ അതിന് സമയത്തിന് മാറ്റം വരും അല്ലെ. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ടൈം റേറ്റ് യൂസ് ചെയ്യാം. അടുത്തത്, വെൻ ക്വാളിറ്റി ഓഫ് ജോബ് ഈസ് ഉറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ്. അതായത് ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. ഇപ്പൊ പീസ് റേറ്റ്, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ സാലറി, വേജ് കൊടുക്കുന്നതെങ്കിൽ ഒരു വർക്കർ എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക? കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനല്ലേ നോക്കുള്ളൂ. അപ്പൊ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആ ഒരു വർക്കിന്റെ ക്വാളിറ്റി അഫക്റ്റ് ചെയ്യും. അപ്പോ ക്വാളിറ്റി കുറയരുത്, വളരെ ക്വാളിറ്റി ആയിട്ട് കൊടുക്കണ്ട, അല്ലെങ്കിൽ കൊണ്ടുപോകണ്ട, അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടാത്ത ടൈപ്പ് ഓഫ് ജോബ്സ് ഒക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ടീച്ചിങ് ജോബ് പറയുകയാണെങ്കിൽ, അത് ഞാനിപ്പോൾ വീണ്ടും ഒരു ഉദാഹരണം, ടീച്ചിങ് ജോബ് എന്ന് പറയുന്നത് വളരെ ക്വാളിറ്റി ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു ജോലിയാണ്. അവിടെ സ്പീഡല്ല പ്രധാനം, അവിടെ നമ്മൾ കൊടുക്കുന്ന കണ്ടന്റ് മറ്റുള്ളവർക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ, ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുമ്പോൾ അവിടെ സമയത്തിന് നമ്മൾ നമ്മൾ തീർക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉള്ള കേസിൽ നമുക്ക് ടൈം റേറ്റ് സ്യൂട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഓഫീസ് ആൻഡ് ക്ലറിക്കൽ വർക്കിന്റെ കേസിലും ടൈം റേറ്റ് തന്നെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു മാസം ജോലി ചെയ്യുമ്പോൾ ഇത്ര രൂപ ശമ്പളം, അങ്ങനെയല്ലേ ഈ ഓഫീസ് വർക്കിനൊക്കെ ശമ്പളം കൊടുക്കുന്നത് അല്ലേ? അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിന്റെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ആവശ്യമുള്ള ടൈപ്പ് ഓഫ് ജോലികളുണ്ട്. അവിടെ ഒരാൾക്ക് ഇമ്പോർട്ടൻസ് അല്ല, ഒരാളുടെ അല്ല ഇമ്പോർട്ടൻസ്. ഒരു ഓഫീസിൽ എടുക്കുകയാണെങ്കിൽ എല്ലാവരുടെയും പരസ്പരം ഒരാൾ ഫയൽ കൊടുത്ത് വിട്ട് മറ്റേ ചിലപ്പോൾ ആ ഫയൽ കിട്ടിയിട്ടായിരിക്കും അയാളുടെ ജോലി തുടങ്ങേണ്ടത്. അപ്പൊ അങ്ങനെ കളക്റ്റീവ് ആയിട്ടുള്ള ഒരു കളക്റ്റീവ് എഫേർട്ട് വേണ്ട ടൈപ്പ് ഓഫ് ജോലികൾക്ക് ടൈം റേറ്റ് സിസ്റ്റമാണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. അതുപോലെ അവിടെ മെന്റൽ വർക്കാണ് കൂടുതൽ ഇൻവോൾവ്. അതായത് നമുക്ക് ഫിസിക്കലി അല്ലാതെ പോളിസി പ്രിപ്പറേഷൻ, അഡ്മിനിസ്ട്രേഷൻ ഒക്കെ, പോളിസി മേക്കിംഗ് ഒക്കെ വരുന്ന, അപ്പൊ അത്തരം ജോലികൾ എന്ന് പറയുന്നത് അവിടെ എക്സാക്ട് ടൈം ഇത്ര അങ്ങനെയല്ല. നമുക്ക് അവിടെ നമ്മളത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട, അല്ലെങ്കിൽ ചിലപ്പോൾ ദിവസങ്ങളോളം എടുക്കാം, ചിലപ്പോൾ മാസങ്ങളോളം എടുക്കാം. അപ്പൊ അത് അങ്ങനെ മെന്റൽ വർക്ക് ഇൻവോൾവ് ചെയ്യുന്ന സിറ്റുവേഷനിലും ടൈം റേറ്റ് സിസ്റ്റം തന്നെയാണ് സ്യൂട്ടബിൾ. അടുത്തത് എന്താണ്? അതായത് നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെഷീൻസും എക്യുപ്മെന്റ്സും ഒക്കെ വളരെ ഡെലിക്കേറ്റ് ആണ്, വളരെ കോസ്റ്റ്ലി ആണ്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ടൈം റേറ്റ് അല്ലേ നല്ലത്? കാരണം പീസ് റേറ്റ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിലായിരിക്കും ആളുകളുടെ ശ്രദ്ധ. കാരണം എത്ര ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഔട്ട്പുട്ടിന്റെ അടിസ്ഥാനത്തിൽ വേജ് കൊടുക്കുന്നതാണ്. 10 യൂണിറ്റ് ഒരു യൂണിറ്റിന് ഇത്ര രൂപ. അപ്പോൾ ഒരാളുടെ ഉദ്ദേശം എന്തായിരിക്കും? കൂടുതൽ എന്ത് ചെയ്യണം? പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ആ മെഷീന്റെ ഒക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന വിധം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അങ്ങനെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെഷീൻസ്, എക്യുപ്മെന്റ്സ്, ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ വളരെ കെയർ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ടൈം റേറ്റ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ. അടുത്തത്, പ്രൊഡക്ഷൻ പ്രോസസ്സിന് നല്ല കഴിവ് വേണം. അതായത് ഒരു ഓർഡിനറി സാധാരണ രീതിയിൽ കെയർലെസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതല്ല, വളരെ കെയർ എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ജോലികളാണ്. അങ്ങനെയുള്ളപ്പോൾ പീസ് റേറ്റ് സ്യൂട്ടബിൾ ആണോ? അല്ല. പീസ് റേറ്റ് സിസ്റ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അയാളുടെ ഉദ്ദേശം അയാൾക്ക് കൂടുതൽ പെട്ടെന്ന് വേഗത്തിൽ ചെയ്തു തീർക്കാനുള്ള ധൃതിയായിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ആ സ്കില്ല് നഷ്ടപ്പെടും അല്ലേ? അപ്പോൾ അതൊക്കെയാണ്. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ടൈം റേറ്റ് ആണ് സ്യൂട്ടബിൾ ആയിട്ട് വരുന്നത്. ഇപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ നമുക്ക് ടൈം റേറ്റ് സിസ്റ്റം പഠിക്കാം, അതിന്റെ മെത്തേഡ്സ് പഠിക്കാം. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞല്ലോ ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽസ്. അപ്പൊ ഇത്ര അവേഴ്സ് വർക്ക് ചെയ്തു, 1 അവറിന് ഇത്ര രൂപ. അങ്ങനെ
മന്ത്ലി ആവാം, വീക്കിലി ആവാം, അല്ലെങ്കിൽ ഒരു ഡേ, അല്ലെങ്കിൽ അവർ, ആ ഒരു ബേസിൽ കാൽക്കുലേറ്റ് ചെയ്യണം. വളരെ സിമ്പിൾ ആണ്. അപ്പോൾ എത്ര സമയം സ്പെൻഡ് ചെയ്തോ അതിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്കൊരു എമൗണ്ട് പെർ അവർ, അല്ലെങ്കിൽ പെർ 1 മന്ത്, പെർ മന്ത്, വീക്ക്, അങ്ങനെ ഏതാണോ ബേസ് അതനുസരിച്ച് കൊടുക്കും. അപ്പോ നോക്കുക, ഇതനുസരിച്ച് വേജസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണ്? അവേഴ്സ് വർക്ക്ഡ് ഇൻറ്റു റേറ്റ് പെർ അവർ. അപ്പോൾ ഒരു എംപ്ലോയി 48 മണിക്കൂർ വർക്ക് ചെയ്തു എന്ന് വിചാരിക്കാം. ഒരു അവറിന് 100 രൂപയാണെങ്കിൽ വേജ് എത്രയായിരിക്കും? വേജസ് എങ്ങനെയായിരിക്കും? 48 ഇൻറ്റു 100, 4800. ഇതാണ് ഒരു ഓർഡിനറി ലെവലില് ഒരു ടൈം റേറ്റ് സിസ്റ്റം, മറ്റു ഓർഡിനറി ലെവൽ, സാധാരണ സിമ്പിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു സിസ്റ്റമാണ് ടൈം റേറ്റ് അറ്റ് ഹൈ ലെവൽസ്, ഹൈ വേജ് ലെവൽസ്. അപ്പോൾ നോർമലി ഒരു ടൈം റേറ്റ് സിസ്റ്റം അനുസരിച്ച് എല്ലായിടത്തും ഏകദേശം ഒരു അവറിന് ഇത്ര രൂപ എന്നുള്ളത് നമുക്ക് ഒരു ലൊക്കാലിറ്റിയിൽ നമുക്ക് അറിയാലോ. ഒരു പ്രദേശത്ത് അവർലി ഇത്ര വേജ് ആണ്, അത് ഒരു ഏകദേശം ഒക്കെ ഒരു സെയിം ആയിരിക്കും. പക്ഷെ ഈ ഒരു കേസിൽ ഒരു വർക്കറിന്റെ എഫിഷ്യൻസി അനുസരിച്ചിട്ട് അയാളുടെ ഔട്ട്പുട്ടും എഫിഷ്യൻസി അതിനൊരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ എഫിഷ്യൻസി അയാൾ അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ, ആ സ്റ്റാൻഡേർഡ് അയാൾ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഹയർ ലെവലിലുള്ള ഒരു ടൈം റേറ്റ് ബേസിൽ കൊടുക്കും. അയാൾക്ക് കൂടുതൽ എമൗണ്ട്, അതായത് 100 രൂപ ഒരു മണിക്കൂറിന് കൊടുക്കുന്ന സ്ഥാനത്ത് അയാൾക്ക് ചിലപ്പോൾ 130 രൂപയോ 120 രൂപയോ പെർ മണിക്കൂറിന് കിട്ടും. എങ്ങനെയാണെങ്കിൽ അയാൾ ആ പറഞ്ഞ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ എഫിഷ്യൻസി അച്ചീവ് ചെയ്യുകയാണെങ്കിൽ. ആ ഒരു രീതിയിലുള്ള വേജ് പേയ്മെന്റ് സിസ്റ്റമാണ് ടൈം റേറ്റ് അറ്റ് ഹൈ വേജ് ലെവൽസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ ഇവിടെ ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽസ്, സാധാരണ രീതിയിൽ 100 രൂപ പെർ അവറിന് 100 രൂപ വെച്ചിട്ടാണ് സാധാരണ നമുക്ക് വേജ് കിട്ടുന്നത്. ഇനി ഹൈ ലെവലിലോട്ട് വരുമ്പോൾ ഒരു മണിക്കൂറിന് 120 രൂപ വെച്ചിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞല്ലോ, സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 48 മണിക്കൂറുള്ള ഒരു ആഴ്ചയിൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 യൂണിറ്റ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അതായത് 1000 യൂണിറ്റ്സ് പെർ വീക്ക്. 48 മണിക്കൂറുള്ള ഒരാഴ്ചയിൽ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്ക്, 1000മോ 1000-ലധികമോ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾക്കായിരിക്കും ഇവിടെ എന്ത് കിട്ടുന്നത്? 120 പെർ അവർ, ഒരു മണിക്കൂറിന് 120 രൂപ കിട്ടുന്നത്. അയാള് നോർമൽ ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രേ കിട്ടുള്ളൂ? 100 രൂപയെ ഒരു മണിക്കൂറിന് കിട്ടും. അപ്പൊ ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ എ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എയുടെ ഔട്ട്പുട്ട് 850 യൂണിറ്റ് ആണ്. പെർ വീക്ക് 850 യൂണിറ്റ് ആണ്. ബിയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ബി എന്ന ഒരു വർക്കർ പ്രൊഡ്യൂസ് ചെയ്ത് 1100 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്കിത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ ബി ആണ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തതെന്നുള്ളത്. പക്ഷെ നമ്മളിവിടെ എഫിഷ്യൻസി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ആരുടെ ഇപ്പൊ 1000 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമല്ല 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ രണ്ടുപേരും, എയും ബിയും, എത്ര യൂണിറ്റ് ആണോ പ്രൊഡ്യൂസ് ചെയ്തത് ആ യൂണിറ്റിനെ 1000 വെച്ച് ഡിവൈഡ് ചെയ്ത് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞാൽ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 1000 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. അപ്പൊ എ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തത് എത്ര യൂണിറ്റ് ആണ്? 850 യൂണിറ്റ് ആണ് എ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ എത്ര എഫിഷ്യന്റ് ആയിട്ടാ വർക്ക് ചെയ്തെന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? 850 ഡിവൈഡഡ് ബൈ ഈ സെറ്റ് ചെയ്ത 1000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എയുടെ എഫിഷ്യൻസി കിട്ടും. എ എത്ര 85% എന്ത് ചെയ്തിട്ടുള്ളൂ? എഫിഷ്യൻസി ലെവൽ എത്രയേ ഉള്ളൂ? 85% ഉള്ളൂ. അപ്പോൾ അയാള് ഒരിക്കലും
നല്ല സ്റ്റാൻഡേർഡിൽ എത്തി 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്തു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അയാൾക്ക് കൊടുക്കുന്ന വേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓർഡിനറി ലെവലിലേ കൊടുക്കുകയുള്ളൂ. ഓർഡിനറി ലെവലിൽ എത്രയാ വേജ് ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത്? ഓർഡിനറി ലെവലിൽ നമ്മൾ പറഞ്ഞല്ലോ, ഓർഡിനറി ലെവലിൽ ഇവിടെ ഫിക്സ് ചെയ്തിരിക്കുന്നത് 100 രൂപ ഒരു മണിക്കൂറിനാണ്. എത്ര മണിക്കൂർ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്? 48 മണിക്കൂർ ഇവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ എക്ക് കിട്ടുന്ന സാലറി എന്തായിരിക്കും? ദെയർഫോർ എയുടെ വേജ് എത്രയായിരിക്കും? 48 × 100 4800 രൂപ. 4800 രൂപ. ഇനി ബിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ബി ഒരാഴ്ച എടുത്തു, 48 മണിക്കൂർ വർക്ക് ചെയ്തു. ബി പ്രൊഡ്യൂസ് ചെയ്തതാവട്ടെ 1100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എത്രയുണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ബി എത്രമാത്രം എഫിഷ്യന്റ് ആയിട്ടാണ് വർക്ക് ചെയ്തതെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ 100% എഫിഷ്യന്റ് ആവുമ്പോൾ 1000 യൂണിറ്റ് ആണ് ഇവിടെ സ്റ്റാൻഡേർഡ് അല്ലെ. 100% നമ്മൾ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇവിടെ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോ അങ്ങനെയാണെങ്കിൽ 1100 യൂണിറ്റ് ആ പ്രൊഡ്യൂസ് ചെയ്തത് എന്നുണ്ടെങ്കിൽ എത്ര ശതമാനമാണ് എഫിഷ്യൻസി ലെവൽ എന്ന് എങ്ങനെ കണ്ടുപിടിക്കും? 1100 അയാൾ പ്രൊഡ്യൂസ് ചെയ്ത ആക്ച്വൽ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഇൻറ്റു 100 ചെയ്താൽ 110 കിട്ടും. അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം അയാള് 110%, അതായത് 100%-ത്തിലും കൂടുതൽ അയാള് വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ഹയർ ലെവൽ ഓഫ് എഫിഷ്യൻസി ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബിക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? ഒരു മണിക്കൂറിന് 120 രൂപയായിരിക്കും ഇവിടെ കിട്ടുന്നത്. ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ടൈം റേറ്റ് അറ്റ് ഹൈ വേജ് ലെവൽ എന്ന് പറയുന്നത് 120 രൂപ പെർ അവർ ആണ്. അപ്പൊ ബി എത്ര മണിക്കൂർ വർക്ക് ചെയ്തു? 48 മണിക്കൂർ. ബിയും 48 മണിക്കൂറാ വർക്ക് ചെയ്ത്, എയും 48 മണിക്കൂറാ വർക്ക് ചെയ്തത്. പക്ഷെ എയുടെ കേസ് പറയാണ് എ 85% എഫിഷ്യൻസി ഉള്ളൂ. അപ്പോ അതുകൊണ്ട് അയാൾക്ക് ഓർഡിനറി റേറ്റിൽ കിട്ടി. 85% എഫിഷ്യന്റ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഓർഡിനറി ലെവലിൽ കിട്ടിയോണ്ട് 100 രൂപയെ കിട്ടിയോളൂ. ഒരു മണിക്കൂറിന് 100 രൂപ വെച്ചിട്ടേ കിട്ടിയോളൂ. അപ്പൊ എത്ര? 48 × 100 4800. പക്ഷെ ബി ഇവിടെ ഹൈ ലെവൽ ഓഫ് എഫിഷ്യൻസി ഉള്ളത് കൊണ്ട് തന്നെ ബിയുടെ വേജ് എന്ന് പറയുന്നത് എത്രയാണ്? 48 × 120 5760 രൂപ ആൾക്ക് കിട്ടി. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഒരു രണ്ട് റേറ്റിലാണ് ഇവർക്ക് വേജ് കൊടുത്തത് അല്ലെ. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ ഗ്യാരണ്ടി ടൈം റേറ്റ് ഇവിടെ നോട്ട് ഇൻ യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം റേറ്റ്, ഗ്യാരണ്ടി ടൈം റേറ്റിൽ 2 എലമെന്റ്സ്, ടൈം റേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ തന്നെ വേരിയബിൾ റേറ്റും ഉണ്ടാവും എന്നാ പറയുന്നത്. അപ്പൊ ഇത് നമുക്ക് പോണ്ട, നമുക്ക് നോട്ട് ഇൻ യൂസ് എന്ന് പറയാൻ നമുക്കത് വിടാം. ഈ സിസ്റ്റം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് കമ്മിങ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് ഇത് ഇപ്പൊ നിലവിൽ ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് അത് വിടാം. ഇനി അടുത്തത് ഡിഫറൻഷ്യൽ ടൈം റേറ്റ്. ഡിഫറൻഷ്യൽ ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിഫറെന്റ് ലെവൽ ഓഫ് എഫിഷ്യൻസി. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ 100% എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇത്ര രൂപ, 110% ആവുമ്പോൾ ഇത്ര, അങ്ങനെ ലെവൽ ഓഫ് എഫിഷ്യൻസിക്ക് അനുസരിച്ച്, അതായത് എ പെർസെൻറ്റേജ് ഓഫ് നോർമൽ എഫിഷ്യൻസി, അതായത് നോർമൽ എഫിഷ്യൻസി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അയാൾക്ക് ഇപ്പൊ 100 നോർമൽ എഫിഷ്യൻസി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ നോർമൽ എഫിഷ്യൻസി 70% ആണെങ്കിൽ അതിന് ഒരു നോർമൽ റേറ്റിൽ നമുക്ക് വേജ് കിട്ടും. പക്ഷേ ഇഫ് ഹി ക്രോസസ് ദാറ്റ് പെർസെൻറ്റേജ് ഓഫ് എഫിഷ്യൻസി, ആ ഒരു നോർമൽ എഫിഷ്യൻസിയേക്കാൾ അധികമായിട്ട് അയാൾ വർക്ക് ചെയ്തു, അയാൾ അത്രത്തോളം എഫിഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ച് റേറ്റ് കിട്ടും. അത് പെർ അവർ റേറ്റ് അതിനനുസരിച്ച് മാറും. ഇനി അവിടെയും അതിലും കൂടുതൽ, അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇവിടെ ഒരു ഇൻക്രീസ് ഉണ്ടാവും. ഇത്ര 60% എഫിഷ്യൻസിയിൽ ഇത്ര റേറ്റ്, 80% എഫിഷ്യൻസിയിൽ ഇത്ര റേറ്റ്, 100% എഫിഷ്യൻസിയിൽ ഇത്ര റേറ്റ്, 120% ഇത്ര റേറ്റ്. അപ്പൊ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അയാളുടെ വേജ് എന്തുണ്ടാവും? അയാളുടെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് ഈ ടൈം റേറ്റിലും എന്തുണ്ടാവും? ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ഡിഫറൻഷ്യൽ ടൈം റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ടൈം റേറ്റ് അറ്റ് ഓർഡിനറി ലെവൽസ്, ടൈം റേറ്റ് അറ്റ് ഹൈ വേജ് ലെവൽസ്, ഡിഫറൻഷ്യൽ ടൈം റേറ്റ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയോ?
അപ്പം നാളെ നമുക്ക് പീസ് റേറ്റ് സിസ്റ്റം പഠിക്കാം. ഓക്കെ, താങ്ക് യു.